1920കളിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ പേരിൽ ന്യായമായും അന്യായമായും മലബാറുകാരെ ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ചുകൊണ്ടിരുന്ന സമയം. അന്നത്തെ ജയിൽ വാർഡന്മാർ അധിക പേരും മലയാളികളായിരുന്നതുകൊണ്ട് ജയിൽ പുള്ളികളുടെ സംസാരങ്ങൾ ശ്രദ്ധിക്കുകയും അത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർക്ക് ചോർത്തിക്കൊടുക്കുകയും ചെയ്യുകയായിരുന്നു അന്നത്തെ മലയാളി ജയിൽ വാർഡന്മാർ. ഈ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് സേവകരായ മലയാളി ഉദ്യോഗസ്ഥന്മാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും അറിയാതെ ആശയവിനിമയം നടത്തുവാൻ വേണ്ടി മലബാറിലെ ചില ആളുകൾ ഒരു നിഗൂഢ ഭാഷയ്ക്ക് രൂപം നൽകുന്നത്. അതായിരുന്നു മൈഗുരുഡ്. ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജയിലിനകത്തും പുറത്തും ആശയവിനിമയം നടത്താൻ ഈ മൈഗുരുഡ് ലാംഗ്വേജ് അവരെ സഹായിക്കുകയായിരുന്നു. സ്വന്തമായ ലിപിയോ വ്യാകരണമോ ഇല്ലാതിരുന്ന മൈഗുരുഡ് മലയാള അക്ഷരങ്ങളെ ക്രമം തെറ്റിച്ച് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കൈക്കൊണ്ടിരുന്നത്. ആ എന്നതിന് പകരം സ എന്നുപയോഗിക്കും, സ എന്നതിന് പകരം ആയും ഉപയോഗിക്കും. അ ആ ഇ ഈ ഉ ഊ എന്നത് സ സ സി സി സു സു എന്നായിരിക്കും ഉപയോഗിക്കുക. ചായ വേണോ എന്നത് രാങ്ങ ടേറോ എന്നായിരുന്നു ഈ മൈഗുരുഡ് ഭാഷയിൽ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ഈ മൈഗുരുഡിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ചില കൂട്ടായ്മകൾ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നത് വളരെ നല്ലൊരു കാര്യമാണ്.